നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വളരെ നെഗറ്റീവ് ഇമേജുമായി കയറുകയും ആളുകളുടെ സ്നേഹവും പിന്തുണയും നേടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തവരാണ് ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും. ബിഗ് ബോസ് കഴിഞ്ഞതോടെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ ഫൈസൽ AK മലബാറിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിലും ആദിലയും നൂറയും എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇരുവരെയും അപമാനിച്ചുകൊണ്ട് ഫൈസലിലേക്ക് രംഗത്ത് വന്നത് വിവാദമായിരിക്കുകയാണ്. ആദിലയും നൂറയും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല എന്നും സമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും ജീവിക്കുന്നവരെ സ്വീകരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞാണ് ഫൈസൽ AK സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. പിന്നീട് ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഫൈസൽ AKക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. വിളിക്കാതെയല്ലേ ആദിലയും നൂറയും അവിടെ പോയതെന്നും ക്ഷണിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിൽ അപമാനിക്കുന്നത് വളരെ മോശമാണെന്നും അവരോട് വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷണിക്കാതിരിക്കാമായിരുന്നുവെന്നും പ്രതികരണങ്ങൾ ഉയരുന്നു. ഫൈസൽ AK മലബാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹമധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഫൈസൽ AK വിമർശിച്ച് മുൻ ബിഗ് ബോസ് താരവും ആദിലയും നൂറയുടെ സുഹൃത്തുക്കളുമായ ദിയാസനയും റസ്മിൻ ബായും അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ദിയാസനയുടെ പ്രതികരണം ഇങ്ങനെ: വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യരല്ലേ, വിളിച്ചു വരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ തള്ളിപ്പറയാൻ കാണിച്ച അന്തസ്സ് നല്ലതാണ് ഫൈസലിക്ക. ഇതുവരെയും ആദിലയും നൂറയും ഇവിടെ ജീവിച്ചും ഇനിയും അവർ ജീവിക്കുക തന്നെ ചെയ്യും. അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയുണ്ട്. അതേസമയം റസ്മിൻ്റെ പ്രതികരണം ഇങ്ങനെ: വളരെ സങ്കടകരമായ കാര്യമാണ് രാവിലെ തന്നെ കണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസിലെ നോറ, ആദില, നൂറ എന്നിവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസലിക്കയുടെ ഹൗസ് വാമിങ്ങിന് പോയിരുന്നു. ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചിട്ടാണ് പോയത്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ട്രീറ്റ് ചെയ്തത്. എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തരാൻ കൂടെ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഫൈസലിക്കയുടെ ഒരു FB പോസ്റ്റ് കണ്ടു. വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ അപമാനിച്ചിരിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നറിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരിക്കലും ഫൈസലിക്കയുടെ അടുത്ത് നിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഒരുപാട് സ്നേഹവും ബഹുമാനവുമുള്ള വ്യക്തിയായിരുന്നു. ഈ ഒരു പോസ്റ്റ് കണ്ടതോടെ കൂടി എല്ലാം പോയി. ആദിലയും നൂറയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു പൊസിഷൻ വരെ അവരെത്തിയത്. നിങ്ങളാണ് അവരെ ക്ഷണിച്ചത്. എൻ്റെ അടുത്ത് നിന്നാണ് അവരുടെ നമ്പർ വാങ്ങി കോൺടാക്റ്റ് ചെയ്തത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? സമൂഹം അംഗീകരിക്കുന്നില്ല, വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുന്നു. പിന്നെ അവർ എന്താണ് ചെയ്യേണ്ടത്? വീട്ടുകാർ അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പോയി മരിക്കണോ? സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് ആദിലയുടെയും നൂറയുടേതും. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നതല്ലാതെ അവിടെ നിന്ന് അടിമകളെപ്പോലെ അവർ പറയുന്നതുമനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച് രണ്ടുപേരുടെയും ജീവിതം തൊലച്ച് നടക്കണോ? എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളെ തിരുത്താനോ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കണ്ടാൽ അത്രയും നല്ലതെന്നും റസ്മിൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.